പണം വളർത്താൻ ഒരു പക്ഷേ ഇതിലും എളുപ്പമുള്ള വഴി ഉണ്ടാവില്ല. കാരണം ഏതൊരു സാധാരണക്കാരനും ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. 100 രൂപ പോലുള്ള ചെറിയ സംഖ്യകൾ പോലും നിക്ഷേപിക്കാനും എളുപ്പമാണ്. ചാർജുകൾ നോക്കുകയാണെങ്കിൽ മറ്റ് നിക്ഷേപങ്ങളെയെല്ലാം അപേക്ഷിച്ച് വളരെ വളരെ കുറവുമാണ്. ഞാൻ പറയുന്നത് ഇൻഡെക്സ് ഫണ്ടുകളെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് അറിയുന്നവരും ഒന്ന് കേട്ടോളൂ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങളും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. പണം വളരുന്ന തോതിൻ്റെ ഉദാഹരണം കാണണമെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിൽ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഫണ്ട് ഏതാണ്ട് 17% മുകളിൽ റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതായത് നടന്ന് കഴിഞ്ഞ കാര്യമാണ്. ഇനി കഴിഞ്ഞ 20 വർഷത്തെ പ്രതിവർഷ ശരാശരി നോക്കിയാൽ 12% മുകളിലാണ് റിട്ടേൺ. ബാങ്കുകൾ നൽകിയത് 6-7% മാത്രമല്ലേ. ഈ 12% കോമ്പൗണ്ടിങ് നോക്കിയാൽ നിസാര കാര്യമല്ല. വെറും 5000 രൂപ മാസാമാസവും നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരാൾക്ക് 10% കൂട്ടി ഓരോ വർഷവും സ്റ്റെപ്പ് ചെയ്ത് നിക്ഷേപിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു റേറ്റിൽ നമ്മൾ ആകെ നിക്ഷേപിക്കുന്ന തുക ഏതാണ്ട് 34 ലക്ഷമായിരിക്കും. എന്നാൽ റിട്ടേൺ കിട്ടുന്നത് ഏതാണ്ട് 94 ലക്ഷമായിരിക്കും. പണം പയ്യെ നിക്ഷേപിച്ചുകൊണ്ട് ഏതാണ്ട് 3 ഇരട്ടിയായത് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക്. അതായത് 100 രൂപയ്ക്ക് ഒരു കൂട്ടം കമ്പനികളുടെ, പലപ്പോഴും വിവിധ മേഖലകളിലുള്ള കമ്പനികളുടെ ഓഹരികൾ ഒന്നിച്ചു വാങ്ങുക. ഉത്തരവാദിത്തത്തോടെ ചെറുതാണെങ്കിലും ചെറുതായ രീതിയിൽ ചില തുകകൾ നിക്ഷേപിക്കുക. സമാധാനത്തോടെ കാത്തിരിക്കുക. വലിയ തുകയാവുമ്പോൾ എടുക്കുക. ഇതാണ് പൊതുവെ ഇൻഡെക്സ് ഫണ്ടുകളെ കുറിച്ച് കേൾക്കുന്നൊരു കാര്യം. എന്നാൽ ശരിക്കും എന്താണ് ഇൻഡെക്സ് ഫണ്ടുകൾ? ഇതിലെങ്ങനെ നിക്ഷേപിക്കാം? ഇതിൻ്റെ ഗുണം എന്താണ്? ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തെല്ലാമാണ്? ഇതിന് എത്രത്തോളം നികുതി കൊടുക്കേണ്ടി വരും? ഇങ്ങനെ സമഗ്രമായിട്ട് നമുക്കിന്ന് ഇൻഡെക്സ് ഫണ്ടുകളെ കുറിച്ച് പഠിക്കാം. നിക്ഷേപത്തെക്കുറിച്ച് ഓൾറെഡി അറിയുന്നവർക്കും ഒന്നും അറിയാത്തവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും വീഡിയോ കണ്ടോളൂ. പിന്നെ ഈ വീഡിയോ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ട് പരിഗണിക്കരുത്. പഠനാവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കൂടുതൽ ലൈക്സും കമന്റ്സും ഒക്കെ വരുന്ന സമയത്താണ് വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുക. അങ്ങനെ കൂടുതൽ ആളുകൾ കാണുമ്പോഴാണ് ഇതുപോലുള്ള വിഷയങ്ങൾ തുടർന്നും ചെയ്യാനുള്ള ആത്മവിശ്വാസം എനിക്ക് ഉണ്ടാവുക. സോ ആ കാര്യങ്ങളൊന്ന് പരിഗണിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്താണ് ഇൻഡെക്സ് ഫണ്ടുകൾ? ഇൻഡെക്സ് ഫണ്ടുകൾ എന്നാൽ പാസീവ്ലി മാനേജ് ചെയ്യപ്പെടുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ്. അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഞാനും നിങ്ങളും അടക്കമുള്ള നിക്ഷേപകർ പണം നിക്ഷേപിക്കുന്നു. അത് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഒന്നോ ഒന്നിലധികമോ ഫണ്ട് മാനേജർമാർ വേണ്ട രീതിയിൽ വേണ്ട ബോണ്ടുകളിലോ ഓഹരികളിലോ സ്വർണത്തിലോ ഒക്കെ നിക്ഷേപിക്കുന്നു. ലാഭം ഉണ്ടാക്കുന്നു. ഒരു ചെറിയ ഭാഗം ചാർജായിട്ട് എടുക്കുന്നു. ബാക്കി ലാഭം നിക്ഷേപകർക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഫണ്ട് മാനേജർ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തണം. ആക്റ്റീവായി സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും എല്ലാം ചെയ്യണം. പക്ഷേ ഇങ്ങനെ നിരന്തരമായി ഫണ്ട് മാനേജർമാർ ഇടപെടേണ്ട ആവശ്യമില്ലാത്ത ഓഹരി വിപണിയിലെ ഇൻഡെക്സുകളെ ട്രാക്ക് ചെയ്യുന്ന പദ്ധതികൾ അല്ലെങ്കിൽ ഫണ്ടുകളുണ്ട്. അതാണ് പാസീവ്ലി മാനേജ് ചെയ്യപ്പെടുന്ന ഇൻഡെക്സ് ഫണ്ടുകൾ. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ്, ഓഹരി വിപണി ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ 5000-8000 ഓഹരികളിൽ എല്ലാത്തിൻ്റെയും ലാഭവും നഷ്ടവും എത്രത്തോളം മുകളിലേക്ക് പോയി താഴേക്ക് പോയി എന്നെല്ലാം ആർക്കും പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ അത് പറയണമെങ്കിൽ ഒരു ഇൻഡെക്സ് വേണം. അത്തരത്തിൽ ഒരു ഇൻഡെക്സ് മാത്രമാണ് ഉദാഹരണത്തിന് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ NSEയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികളിൽ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 50 ഓഹരികളെ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ശരാശരി പെർഫോമൻസ് മാത്രമായിരിക്കും നമ്മൾ നോക്കുക. എന്നിട്ട് അതിനെ ഒരൊറ്റ നമ്പറാക്കി മാറ്റും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഹരി വിപണി ഇന്ന് എത്രത്തോളം പോയിന്റ് ഉയർന്നു അല്ലെങ്കിൽ എത്രത്തോളം പോയിന്റ് താഴ്ന്നു എന്നെല്ലാം പറയാം. ഇതുപോലെ ഓരോ സെക്ടറിനും ഒരുപക്ഷെ ഇൻഡെക്സുകൾ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള ഇൻഡെക്സുകൾ വെച്ചിട്ട് തന്നെയാണ് ഉദാഹരണത്തിന് ഫൈനാൻഷ്യൽ സെക്ടർ ഇന്ന് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നെല്ലാം നമ്മൾ പറയുന്നത്. ഒരുപക്ഷെ ബാങ്കിങ് സെക്ടറിലെ അത് ലാഭത്തിലാവുന്ന ദിവസവും HDFCയുടെ ഷെയർ താഴേക്ക് പോയേക്കാം. പക്ഷേ ആകെ മൊത്തമായിട്ട് ആ സെക്ടർ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ബാങ്കിങ് സെക്ടറിൻ്റെ ഇൻഡെക്സ് നോക്കേണ്ടതാണ്. ഇതുപോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ നിഫ്റ്റി 50യിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 50 കമ്പനികളാണല്ലോ ഉള്ളത്. അപ്പോൾ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ നമ്മളൊരു 100 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ 50 കമ്പനികളിലേക്കായിരിക്കും നമ്മുടെ പണവും നിക്ഷേപിക്കപ്പെടുക. അതായത് ഇൻഡെക്സിനെ അതുപോലെ റെപ്ലിക്കേറ്റ് ചെയ്ത് അതിൻ്റെ പെർഫോമൻസിനനുസരിച്ച് വളരാൻ സാധിക്കുന്ന ഫണ്ടുകളാണ് ഇൻഡെക്സ് ഫണ്ടുകൾ. ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ 50 കമ്പനികൾ എന്നത് മുൻകൂട്ടി നിശ്ചയിച്ച കാര്യമാണ്. അതുകൊണ്ട് ആക്റ്റീവായിട്ട് ഈ ഫണ്ട് മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടർ അൽഗോരിതം വഴിയെല്ലാം അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾക്ക് ഈ ഫണ്ടുകളെ പാസീവായിട്ട് മാനേജ് ചെയ്യാം. സോ ഫണ്ട് മാനേജർക്ക് ജോലി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചാർജുകൾ കുറവായിരിക്കും. അപ്പോൾ ഇൻഡെക്സ് ഫണ്ടുകൾ എന്താണ് എന്ന് ഏകദേശം നമുക്ക് മനസ്സിലായി. ഇനി ഇതിലെങ്ങനെ നിക്ഷേപിക്കുമെന്ന് മനസ്സിലാക്കണ്ടേ? അത് വളരെ വളരെ സിമ്പിളാണ്. ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്നതാണ്.
ഒന്നുകിൽ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയി KYC ചെയ്ത ശേഷം, ഉദാഹരണത്തിന് HDFC AMC വെബ്സൈറ്റ് എടുക്കുക, നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുന്നതാണ്, ഗൂഗിളിൽ അടിച്ചാൽ മതി, നമുക്ക് വേണ്ട ഇൻഡെക്സ് അതിലുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ പോലുള്ള തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ ഉണ്ടാവും, ഇതിൽ നോക്കിയാൽ നമുക്ക് വേണ്ട ഇൻഡെക്സ് ഫണ്ടുകൾ ഏതെല്ലാം അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ, അതായത് AMCകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം അതാത് AMC വെബ്സൈറ്റുകളിലേക്ക് പോവുക, KYC പൂർത്തീകരിച്ച് ഒറ്റത്തവണയായിട്ടോ ഓട്ടോ പേ വഴി മാസാമാസം ഒരു സംഖ്യ ബാങ്കിൽ നിന്ന് പോകുന്ന രീതിയിലോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാം. രണ്ടാമത്തെ വഴി, ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി ബ്രോക്കർ ആപ്പ്, ഉദാഹരണത്തിന് സെറോദ ആവാം, ഗ്രോ ആവാം, അപ്സ്റ്റോക്സ് ആവാം, ഇതൊക്കെ വഴി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന സെഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇൻഡെക്സ് ഫണ്ടുകളെ കുറിച്ച് മുന്നേ കേട്ടിട്ടുള്ളവർ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ആ കാര്യങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിച്ചേരാൻ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ള ആളുകൾ ലൈക്ക് ചെയ്യേണ്ട കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഒന്നുകൂടെ പരിഗണിക്കേണ്ടതാണ്. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ എന്താണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ഒരുപക്ഷെ ഭൂരിഭാഗം പേരും കേട്ടിട്ടുണ്ടാവുക Nifty 50 ഇൻഡെക്സിനെ കുറിച്ചായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ നല്ലത് തന്നെയാണ്. ഞാൻ ഇതിൽ മാത്രം ഒരു 12 ലക്ഷം രൂപയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടാവും. അത് ഞാൻ എൻ്റെ അൾട്രാ ലോങ് ടേം ഗോളുകൾക്ക് വേണ്ടി മാറ്റിവെച്ച പണമാണ്. മാസാമാസം ഞാൻ SIPയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ വേണ്ട രീതിയിൽ പഠിച്ചാൽ ചിലപ്പോൾ ഇതിലും നല്ല ഇൻഡെക്സ് ഫണ്ടുകളെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതിന് ആദ്യം Nifty 50യുടെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ ഇൻഡെക്സിനെ കുറിച്ച്, പ്രത്യേകിച്ച് Nifty 50യെ കുറിച്ചെല്ലാം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം, കുറഞ്ഞ പണത്തിന് വൈവിധ്യപരമായി, അതായത് കൂടുതൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരിക്കും. മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ NSEയിലെ ഏറ്റവും വലിയ 50 കമ്പനികളിലേക്ക് മാർക്കറ്റ് ക്യാപ്പിൻ്റെ ശതമാനം അനുസരിച്ചാണ് നമ്മൾ നിക്ഷേപിക്കുന്ന പണം Nifty 50 ഇൻഡെക്സിലെല്ലാം നിക്ഷേപിക്കപ്പെടുന്നത്. അതായത് 100 രൂപയാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ 50 കമ്പനികളിലേക്ക് 2 രൂപ വീതം അല്ല പോകുന്നത്. ഈ 50 കമ്പനികളുടെ മാർക്കറ്റ് ഷെയറിൻ്റെ ശതമാനം എത്രയാണോ ആ ശതമാനക്കണക്കിലായിരിക്കും നമ്മുടെ 100 രൂപ പോകുന്നത്. ഇങ്ങനെ കൃത്യമായിട്ട് തന്നെ ഫണ്ടുകൾ നിക്ഷേപിക്കപ്പെടുന്നു. ഇവിടെ 50 കമ്പനികൾ പല പല മേഖലകളിൽ നിന്നുള്ള കമ്പനികളായിരിക്കുമല്ലോ. ഉദാഹരണത്തിന് ബാങ്കിങ് പോലുള്ള ഫൈനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രി, FMCG, IT ഇവയിലേക്കെല്ലാം നമ്മുടെ പണം നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞതുപോലെ Nifty 50 അത്രയും ഡൈവേഴ്സിഫൈഡ് ആണോ? ഈ ചോദ്യമാണ് ശരിക്കും ക്യൂരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉന്നയിക്കേണ്ടത്. അപ്പോഴാണ് കൂടുതൽ മികച്ച നിക്ഷേപങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. ഇവിടെ നോക്കൂ, Nifty 50 സെക്ടറൽ റെപ്രസെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വലിയൊരു ഭാഗവും ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികളൊക്കെ അടങ്ങുന്ന ഫൈനാൻഷ്യൽ സർവീസ് മേഖലകളിലാണ്. അതായത് ഈ ഒരു മേഖല മികച്ച രീതിയിൽ വളർന്നാൽ Nifty 50യിൽ അത് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതാണ്. ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ലാഭം ഉണ്ടാവാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നതാണ്. അതുപോലെ ഈ ഒരു മേഖല മാത്രം അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല എങ്കിൽ അതും Nifty 50യുടെ പെർഫോമൻസിനെ ബാധിക്കുന്നതാണ്. ലാഭവും ഒരുപക്ഷെ അതിനനുസരിച്ച് കുറയുന്നതാണ്. കാരണം Nifty 50യുടെ സെക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ നോക്കുന്ന സമയത്ത് ഫൈനാൻഷ്യൽ ബാങ്കിങ് മേഖലകളിലെല്ലാം കൂടുതൽ അലോക്കേഷൻ പോയതായിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം 50 കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പിന്റെ ശതമാനം നോക്കുമ്പോൾ അതാണ് ഇന്ത്യയിലെ വലിയ കമ്പനികളായി ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇനി സെക്ടറൽ മാത്രമല്ല, Nifty 50 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ 10 കമ്പനികളിലാണ് ഏകദേശം 55% അലോക്കേഷൻ വരുന്നത്. കാരണം ഇന്ത്യയിലെ വലിയ 10 കമ്പനികൾ ബാക്കി വരുന്ന 40 കമ്പനികളെ അപേക്ഷിച്ച് വളരെ വലുതാണ്. അതുകൊണ്ട് ശതമാനക്കണക്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന്റെ 100 രൂപ നിക്ഷേപിക്കുമ്പോൾ 55 രൂപയും പോകുന്നത് ആദ്യം വരുന്ന 10 കമ്പനികളിലേക്കാണ്. ബാക്കി വരുന്ന 40 സ്റ്റോക്കുകൾക്കും കൂടെ വെറും 45% വരുന്നത്. ഏതാണ്ട് 1 രൂപയും ചില്ലറയും ശരാശരിയായി ബാക്കി വരുന്ന 40 കമ്പനികളിലേക്കാണ് നിക്ഷേപിക്കപ്പെടുന്നത്. അപ്പോൾ സ്റ്റോക്കുകളുടെ കാര്യമെടുത്താലും സെക്ടറിന്റെ കാര്യമെടുത്താലും Nifty 50 പൂർണ്ണമായിട്ടും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണെന്ന് പറയാൻ സാധിക്കണമെന്നില്ല. പക്ഷേ ഞാനിവിടെ Nifty 50 മോശമാണെന്നോ അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ ചെയ്യണ്ട എന്നോ ഒന്നുമല്ല പറയുന്നത്. ഒരു നിക്ഷേപത്തെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് പഠിക്കേണ്ട രീതി മാത്രമാണ്. നമ്മൾ മേൽപ്പറഞ്ഞ പോരായ്മ ഉണ്ടായിട്ടും Nifty 50യുടെ കാര്യം നോക്കിയാൽ കഴിഞ്ഞ 10, 15, 20 വർഷങ്ങളിലൊക്കെ നോക്കിയാൽ 12 മുതൽ 15% വരെ റിട്ടേൺ നൽകിയതായിട്ട് കാണാം. അപ്പോൾ ഇതിലും മികച്ച ഇൻഡെക്സിനെ പഠിക്കാൻ പറ്റിയാൽ, നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ നിക്ഷേപങ്ങൾ കുറച്ചുകൂടെ വൈസായിട്ട് എടുക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം എനിക്ക് നല്ലതെന്ന് തോന്നിയ കുറച്ചുകൂടെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സിനെ നമുക്കിന്ന് പരിചയപ്പെടാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. പരസ്യങ്ങളിലെല്ലാം പറയുന്നത് പോലെ സ്കീമുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം വായിച്ച് നോക്കി മറ്റ് നിക്ഷേപങ്ങളിലും ഇതേ രീതി തന്നെ ഏതൊരാൾക്കും പ്രയോജനപ്പെടുത്താനും പറ്റും. നോക്കൂ, ഈ ഇൻഡെക്സിന്റെ പേര് BSE 500 ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് എന്നാണ്.
BSE 500 എന്നാൽ നമുക്കറിയാം BSE ലിസ്റ്റ് ചെയ്തിട്ടുള്ള 500 ടോപ്പ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തരം ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സ് ആണ്. നിഫ്റ്റി 50യിൽ പല സെക്ടറുകളിൽ പല കമ്പനികൾ ഉള്ളതുപോലെ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇനി BSE ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വ്യത്യസ്ത സെക്ടറുകൾ ഉള്ളതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഫൈനാൻഷ്യൽ സർവീസ് സെക്ടർ ഉണ്ട്, IT ഉണ്ട്, FMCG ഉണ്ട്, അങ്ങനെയുള്ള വ്യത്യസ്ത സെക്ടറുകളിൽ നിന്ന് ടോപ്പായിട്ടുള്ള 3 സ്റ്റോക്കുകളെ മാത്രം മാർക്കറ്റ് ക്യാപ്പിന്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യുന്നു. അതും ഒരു സെക്ടറിലെ ഒരു കമ്പനിയിലും 5% കൂടുതലോ 1% കുറവോ നമ്മൾ കൊടുക്കുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല. അതായത് പേരിൽ തന്നെ പറയുന്നത് പോലെ നോക്കിയാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. സെക്ടർ ലീഡേഴ്സ്, ഓരോ സെക്ടറിലും ലീഡ് ചെയ്യുന്ന 3 സ്റ്റോക്കുകൾ, അതും മാർക്കറ്റ് ക്യാപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന് BSE ഇന്ത്യ സെക്ടർ ലീഡേഴ്സിന്റെ ടോപ്പ് സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ആദ്യം ഫൈനാൻഷ്യൽ സർവീസിൽ HDFC ബാങ്ക്, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയാണുള്ളത്. അടുത്ത സെക്ടറിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, IT സെക്ടറിൽ വരുന്ന ടോപ്പ് കമ്പനികൾ ഇൻഫോസിസ്, TCS, വിപ്രോ തുടങ്ങിയ കമ്പനികളാണ്. ഇനി എനർജി സെക്ടർ, ഓയിൽ, ഗ്യാസ് ആൻഡ് കൺസ്യൂമബിൾ ഫ്യൂവൽസ് ആണെങ്കിൽ അതിൽ റിലയൻസ് നമുക്ക് കാണാം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെ കാണാം, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ലിമിറ്റഡ് കാണാം. ഇങ്ങനെ ഓരോ സെക്ടറിലെയും 3 ടോപ്പ് കമ്പനികളിലാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ഇതിലെ ഏതെങ്കിലും സെക്ടറുകളിൽ കൂടുതലായിട്ട് പണം പോകുന്നുണ്ടോ എന്ന കാര്യം വ്യക്തമായിട്ട് നോക്കേണ്ടതാണ്. അതിന് അസറ്റ് അലോക്കേഷൻ എത്രത്തോളം വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിഫ്റ്റി 50യുടെ കാര്യത്തിൽ ഈ കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇവിടെ BSE 500ുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. BSE 500 എടുത്താലും 30.4% ഫൈനാൻഷ്യൽ സർവീസുകൾക്കാണ് അലോക്കേഷൻ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നേരത്തെ നിഫ്റ്റി 50യുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സെക്ടറിൽ കൂടുതലായിട്ടുള്ള അലോക്കേഷൻ വരുന്നു. എന്നാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന BSE ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് എന്ന ഇൻഡെക്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലോ ഫൈനാൻഷ്യൽ സർവീസുകൾക്ക് 13.5% മാത്രമേ അലോക്കേഷൻ വരുന്നുള്ളൂ. അതായത് ഈ ഇൻഡെക്സിന്റെ പെർഫോമൻസ് ഏതെങ്കിലും ഒരു സെക്ടറിനെ മാത്രം ആശ്രയിച്ച് അല്ലെങ്കിൽ വലിയ രീതിയിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിലനിൽക്കുന്നില്ല. ഇനി ഈ ഇൻഡെക്സിൽ തന്നെ വരുന്ന ടോപ്പ് 10 സ്റ്റോക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അവയുടെ അലോക്കേഷൻ 42.3% മാത്രമാണ്. കുറച്ച് കൂടുതലാണ് ആദ്യത്തെ 10 സ്റ്റോക്കുകളുടെ കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്കിൽ പോലും നേരത്തെ നിഫ്റ്റി 50യുടെ കാര്യമൊക്കെ വെച്ച് നോക്കിയ സമയത്ത് അതിലും 10-12% കുറവാണ് ഇവിടെ വരുന്ന അലോക്കേഷൻ എന്ന കാര്യവും വ്യക്തമാണ്. അങ്ങനെ സെക്ടറുകളിലും സ്റ്റോക്കുകളിലും ഒക്കെ ടോപ്പ് 3 അലോക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ BSE 500 ഇൻഡെക്സുമായും നിഫ്റ്റി 50യുമായും താരതമ്യം ചെയ്യുന്ന സമയത്ത് BSE ഇന്ത്യ സെക്ടർ ലീഡേഴ്സിന്റെ ശതമാനം കുറവാണ് എന്ന് മനസ്സിലാക്കാം. അതായത് നമ്മളൊരു 500 രൂപ മാസാമാസം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗവും കുറച്ച് സെക്ടറുകളിലേക്ക് അല്ലെങ്കിൽ സ്റ്റോക്കുകളിലേക്ക് പോയി കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സാധ്യത ഇവിടെ കുറയുന്നതാണ്. അതായത് കാര്യം സിമ്പിളാണ്. മറ്റ് 2 ഇൻഡെക്സുകളെ വെച്ച് നോക്കിയാലും ഡൈവേഴ്സിഫിക്കേഷന്റെ കാര്യത്തിൽ ഇത് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ സ്കീമുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഈ സ്കീമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ന് പരസ്യത്തിൽ കേൾക്കുന്ന കാര്യമല്ലേ, ഇത് വായിച്ചു നോക്കി 1-2 ഫണ്ടുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതാണ് ശരിക്കും ഇതിന്റെ ഒരു റിസർച്ച് മെത്തേഡായിട്ട് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി ഇതേ ഇൻഡെക്സിൽ തന്നെ ഇപ്പോൾ 61ഓളം സ്റ്റോക്കുകൾ വരുന്നുണ്ട്. സെൻസസ് ഒക്കെ 30 സ്റ്റോക്കുകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത്. നിഫ്റ്റി 50 ആണെങ്കിൽ 50 സ്റ്റോക്കുകളിലാണ്. 61ഓളം സ്റ്റോക്കുകൾ വരുന്നുണ്ട് എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒറ്റ കമ്പനിയിലേക്കോ കുറഞ്ഞ കമ്പനികളിലേക്കോ അല്ല പണം പോകുന്നത്, വ്യത്യസ്തമായ കമ്പനികളിലേക്കാണ്. പക്ഷേ ഇങ്ങനെ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ മാത്രം നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു ഇൻഡെക്സിനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടെ നോക്കണം. അതിൽ പ്രധാനപ്പെട്ട കാര്യം മുൻകാലത്തെ റിട്ടേൺ തന്നെയാണ്. പലപ്പോഴും പലരും പറയാറുള്ളത് മുൻകാല റിട്ടേൺ നോക്കരുത് എന്നാണ്. പക്ഷെ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല ഇൻഡിക്കേറ്ററുകളിൽ ഒന്ന് മുൻകാല പെർഫോമൻസ് തന്നെയാണ്. എന്നാൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഇൻഡെക്സ് ഇനി വരുന്ന കാലത്തും ഇതേപോലെ തന്നെ റിട്ടേൺ തരുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ എനിക്കെന്നല്ല ഒരാൾക്കും പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 കൂട്ടർക്കാണ് മാർക്കറ്റിനെ കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റുക. ഒന്ന് ദൈവത്തിനാണ്, 2 കള്ളം പറയുന്ന ആൾക്കാണ്. വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇവിടെ BSE 500ുമായിട്ടാണല്ലോ നമ്മൾ താരതമ്യം ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ ഒരു വർഷം മാറ്റി നിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ 15, 10, 7 വർഷത്തിലൊക്കെ CAGR റിട്ടേൺ, അതായത് വാർഷിക ശരാശരി റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ BSE ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് എന്ന ഇൻഡെക്സ് ആണ് BSE 500ിനേക്കാളും റിട്ടേൺ നൽകിയത് എന്ന് ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. ഒരുപക്ഷെ പലർക്കും തോന്നുന്ന ഒരു സംശയം 1-2% വ്യത്യാസമല്ലേ ഉള്ളൂ എന്നായിരിക്കും. എന്നാൽ ഈ 15 വർഷം എന്നൊക്കെ പറയുമ്പോൾ 1%, 2% ഒക്കെ കോമ്പൗണ്ട് ചെയ്ത് പോകുന്നുണ്ട്. റിട്ടേണിന്റെ പുറത്താണ് റിട്ടേൺ വരുന്നത്. അത് നമുക്ക് തിരിച്ചു കിട്ടുന്ന റിട്ടേണിന്റെ അല്ലെങ്കിൽ ആകെ കിട്ടുന്ന പണത്തിന്റെ കാര്യം വരുന്ന സമയത്ത് ലക്ഷങ്ങളുടെയും ചിലപ്പോഴെല്ലാം കോടികളുടെയും വ്യത്യാസം ഉണ്ടാക്കുമെന്ന കാര്യമാണ് വൈസായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് തിരിച്ചറിയേണ്ടത്. അടുത്ത കാര്യം നമ്മൾ നോക്കിയാൽ സാമ്പത്തിക വർഷം 2007 മുതൽ 2025-26 വരെയുള്ള
19 വർഷത്തെ ഓരോ വർഷത്തെയും കണക്കെടുത്തു കഴിഞ്ഞാൽ BSE ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഇൻഡെക്സ് ഈ 19 വർഷങ്ങളിൽ 12 വർഷത്തിലും BSE 500 ഇൻഡെക്സിനേക്കാൾ കൂടുതൽ റിട്ടേൺ നൽകിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് പുതിയൊരു ഇൻഡെക്സ് പരിചയപ്പെട്ടതിലൂടെ നമുക്ക് മനസ്സിലായത് ഡൈവേഴ്സിഫിക്കേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അത് വ്യക്തമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, റിട്ടേണിൻ്റെ കാര്യത്തിൽ നോക്കിയാലും BSE ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഇൻഡെക്സ് BSE 500 ഇൻഡെക്സിനേക്കാളും ബെറ്റർ ആയിട്ട് നിലനിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ ഇത് വരുന്ന വർഷങ്ങളിലും ആവർത്തിക്കണമെന്നുണ്ടോ? ഒരിക്കലും ആവർത്തിക്കണമെന്നില്ല. റിട്ടേൺ കോൺസ്റ്റന്റ് ആയിട്ട് എല്ലാ വർഷവും 12% നൽകണമെന്നുണ്ടോ? ഇല്ല. CAGR ആണ് പറഞ്ഞത്. ചില വർഷങ്ങൾ കൂടിയിരിക്കാം, കുറഞ്ഞിരിക്കാം. ആകെ മൊത്തം ശരാശരി നോക്കുമ്പോഴാണ് ഇത്രത്തോളം റിട്ടേൺ കിട്ടുന്നതായിട്ടെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ബാങ്കിൽ ഇടുന്നത് പോലെ ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺ ആഗ്രഹിച്ചൊന്നും മ്യൂച്വൽ ഫണ്ടുകളിലേക്കോ ഇൻഡെക്സ് ഫണ്ടുകളിലേക്കോ കടന്നു ചെല്ലാൻ പാടില്ല എന്ന കാര്യവും തിരിച്ചറിയേണ്ടതാണ്. നമ്മളിപ്പോൾ നിഫ്റ്റി 50യെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം BSE 500നെ സൂചിപ്പിച്ചു, അതിനുശേഷം വിശദമായിട്ട് തന്നെ BSE ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഇൻഡെക്സിനെ മനസ്സിലാക്കുകയും ചെയ്തു. പൊതുവെ ഇൻഡെക്സ് ഫണ്ടുകൾ അൾട്രാ ലോങ് ടേം ഡ്യൂറേഷനുകൾക്ക് വേണ്ടിയാണ്. അതായത് 10-15 വർഷത്തേക്കൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് വെയിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയാണെന്നാണ് പറയുക. കാരണം വോളറ്റിലിറ്റി ആണെങ്കിലും മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസ് ആണെങ്കിലും അതെല്ലാം അബ്സോർബ് ചെയ്യാൻ നമ്മളൊരു സമയം കൊടുക്കേണ്ടതാണ്. ഞാൻ മുകളിൽ പറഞ്ഞ ഒരു കാര്യവും ഒരു നിക്ഷേപ ഉപദേശമല്ല എങ്കിലും നമ്മുടെ ഫൈനാൻഷ്യൽ ഗോളുകൾക്ക് ഒത്തുപോകുന്ന ഇൻഡെക്സ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, ഈ ഒരു ഭാഗത്തെക്കുറിച്ച് മാത്രം നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ആ കാര്യങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഇനി എന്താണ് ഇൻഡെക്സ് ഫണ്ടുകളുടെ ഗുണം എന്നും നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ ഗുണം ലോ എക്സ്പെൻസ് റേഷ്യോ ആണ്. ലോ എക്സ്പെൻസ് റേഷ്യോ എന്തുകൊണ്ടാണ് വരുന്നത്? അത് ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ടല്ല, പാസീവ്ലി മാനേജ്ഡ് ഫണ്ടാണ്. അപ്പോൾ സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1.2% ഒക്കെയാണ് എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് വരുന്നത് എങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളുടെ കാര്യം നോക്കിയാൽ 0.3ഉം 0.4ഉം ചിലപ്പോൾ 0.2 ഒക്കെയാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് കാണാം. അതായത് 1% എല്ലാം വ്യത്യാസം പലപ്പോഴും കാണാറുണ്ട്. രണ്ടാമത്തേത് എന്താണ്? ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. നമ്മൾ ഒറ്റ സ്റ്റോക്കിലേക്കല്ല പണം നിക്ഷേപിക്കുന്നത്, ഇൻഡെക്സിലേക്കാണ്. അപ്പോൾ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇൻഡെക്സുകളൊന്നും അല്ല എടുക്കുന്നത് എങ്കിൽ, ഇപ്പോൾ നിഫ്റ്റി 50 ഒക്കെയാണ് എടുക്കുന്നത് എങ്കിൽ 50ഓളം കമ്പനികളിലേക്കാണ് നമ്മുടെ പണം പോകുന്നത്. കുറച്ചുകൂടെ ഡൈവേഴ്സിഫൈഡ് ആവാൻ വേണ്ടി മികച്ച ഇൻഡെക്സുകളെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. മൂന്നാമത്തേതാണ് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കഴിഞ്ഞ 5ഉം 10ഉം 15ഉം അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ള കാലയളവിലെ പെർഫോമൻസ് എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് വെച്ച് നോക്കാൻ വളരെ എളുപ്പവുമാണ്. ഇൻഡെക്സുകൾ പലപ്പോഴും ഉയർന്ന റിട്ടേൺ നൽകിയതായിട്ട് കാണാം. പലപ്പോഴും ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ടുകളെ അപേക്ഷിച്ച് മികച്ച റിട്ടേൺ നൽകിയ പല വർഷങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്ത ഗുണം എന്താണ്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്, ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനും എളുപ്പമാണ്. എപ്പോഴും വിറ്റ് മാറ്റിക്കൊണ്ടിരിക്കേണ്ട, കാരണം കൃത്യമായിട്ടുള്ള ഒരു റൂൾ പ്രകാരമാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. അടുത്ത ഗുണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ മാനേജർ ബയാസ് വരുന്നില്ല, മാനേജർമാരുടെ കൈകടത്തൽ വരുന്നില്ല എന്നത് ഒരു ഗുണമായിട്ടും ചിലപ്പോഴെല്ലാം ദോഷമായിട്ടും കണക്കാക്കാം. കാരണം മാനേജർമാർക്ക്, ഫണ്ട് മാനേജേഴ്സിന് ഇവിടെ വലിയ റോളൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടാവും, ഇന്ത്യയിലെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ 50 വലിയ കമ്പനികളിലേക്ക് ആ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ശതമാനം അനുസരിച്ചിട്ടാണ് എൻ്റെ പണം പോവേണ്ടത് എന്ന കാര്യം. അപ്പോൾ അങ്ങനെ മാത്രമേ നമ്മുടെ പണം പോവുള്ളൂ. ഇനി ഏതെങ്കിലും കമ്പനി വളർന്ന് വലുതായി ഈ നിഫ്റ്റി 50യിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും കമ്പനി പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ അസറ്റ് അലോക്കേഷൻ ആ രീതിയിൽ നടക്കുന്നതാണ്. അടുത്ത ഗുണം നോക്കിക്കഴിഞ്ഞാൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് അറിയുന്നത് പോലെ നമ്മളൊരു ഓഹരി വാങ്ങുന്നു, വിൽക്കുന്നു, വീണ്ടും വാങ്ങുന്നു, വിൽക്കുന്നു, ഇതുപോലെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ടാക്സ് ഇനത്തിലും ചാർജസ് ഇനത്തിലും ഒരുപാട് പണം നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നല്ല ലാഭം ഉണ്ടാക്കുന്ന ആളുകൾക്കൊക്കെ ആയിരിക്കും അത് ഗുണമായിട്ട് മാറുക. എന്നാൽ ഇത് നമുക്കറിയാം, ഇൻഡെക്സ് ഫണ്ടുകളെ പലപ്പോഴും നമ്മൾ സമീപിക്കുന്നത് അൾട്രാ ലോങ് ടേം ഡ്യൂറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ ഗുണം നമുക്ക് കിട്ടും. കൃത്യമായിട്ട് പ്രോഫിറ്റ് ഹാർവെസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിച്ചാൽ പിന്നെയും നികുതി ധാരാളമായിട്ട് ലാഭിക്കാം എന്നൊരു ഗുണം കൂടെ ഉണ്ട്. എന്നാൽ ഈ ഇൻഡെക്സ് ഫണ്ടുകൾക്ക് ഗുണം മാത്രമാണോ ഉള്ളത്? നമ്മൾ ഒരു കാര്യം പറയുമ്പോഴും ഗുണം മാത്രം പറഞ്ഞ് പോവാറില്ല, അതിൻ്റെ ദോഷങ്ങൾ കൂടെ പറയാറുണ്ട്. അതുകൊണ്ട് ഇൻഡെക്സ് ഫണ്ടുകളുമായി ബന്ധപ്പെട്ട ചില പോരായ്മകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രശ്നമാണ് ട്രാക്കിംഗ് എററുകൾ സംഭവിക്കാറുണ്ട്. നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത് ധാരാളം അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഓരോന്നിൻ്റെയും റിട്ടേൺ വ്യത്യസ്തമായിരിക്കും, ചെറിയ വ്യത്യാസങ്ങൾ കാണാം. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്? ചില കമ്പനികൾ ഇൻഡെക്സിലേക്ക് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഇൻഡെക്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് ക്യാപ്പ് വളരുകയും കുറയുകയും എല്ലാം ചെയ്യുമല്ലോ. ഈ രീതിയിൽ കമ്പനികളെ മാറ്റേണ്ടി വരും. എല്ലാവരും കൃത്യമായിട്ട് ഒരേ മില്ലി സെക്കൻഡിലായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുക, ഒരിക്കലുമല്ല. അപ്പോൾ ഇൻഡെക്സിനെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത സമയങ്ങൾ വരാം. അതുകൊണ്ട് ഇൻഡെക്സ് നൽകിയ അതേ റിട്ടേൺ തന്നെ ഇൻഡെക്സ് ഫണ്ടുകൾ നൽകും എന്ന് പ്രതീക്ഷിക്കരുത്. പല സമയത്തും ട്രാക്കിംഗ് എററുകൾ സംഭവിക്കാറുണ്ട്. ഇൻഡെക്സിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത് ഇൻഡെക്സ് ഫണ്ടുകളുടെ പോരായ്മയായിട്ട് കണക്കാക്കാം. ഇപ്പോൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള, അതായത് ബാങ്കിങ് സെക്ടറിനെ മാത്രം
മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡെക്സ് ഫണ്ടിലാണ് നമ്മൾ പണം നിക്ഷേപിക്കുന്നത് എങ്കിൽ നമ്മളത് വെൽ ഡൈവേഴ്സിഫൈഡ് ആണ് എന്ന് കണക്കാക്കരുത്. കാരണം ഒരു സെക്ടറിലേക്കാണ് നമ്മുടെ പണം എല്ലാം പോകുന്നത്. അപ്പോൾ ഇൻഡെക്സ് ഫണ്ടുകൾക്ക് പലപ്പോഴും കോൺസെൻട്രേഷൻ റിസ്കുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നിഫ്റ്റി 50യിൽ നോക്കുകയാണെങ്കിലും നമ്മൾ പറഞ്ഞതുപോലെ 55%-ലധികവും 10 കമ്പനികളിലേക്കാണ് പോകുന്നത്. നമ്മൾ ചിന്തിക്കുക നമ്മുടെ പണം 50 കമ്പനികളിൽ കൃത്യമായിട്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടല്ലേ നിക്ഷേപിക്കപ്പെടുക എന്ന കാര്യമൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെ മാത്രമല്ല സംഭവിക്കാറുള്ളത്. ഇനി ഇതിനൊരു സൊല്യൂഷനായിട്ട് നിഫ്റ്റി 50യുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 ഈക്വൽ വെയിറ്റ് ഇൻഡെക്സുകളെല്ലാം ഉണ്ട്. അതായത് 100 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ എല്ലാ കമ്പനികളിലേക്കും 2 രൂപ എന്ന കാര്യം ആദ്യമേ പറഞ്ഞ് നമുക്ക് നിക്ഷേപിക്കാൻ വേണ്ടി പറ്റും. അത്തരം ഇൻഡെക്സുകൾ കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത പോരായ്മ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ ഈ സ്റ്റോക്ക് ഈ സ്റ്റോക്കിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ഇപ്പോൾ വിൽക്കുക കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാം, ഈ കാര്യങ്ങളൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നതല്ല. ഇൻഡെക്സിലേക്ക് കൃത്യമായിട്ട് നിക്ഷേപം അതാത് സമയത്ത് തന്നെ നടക്കുന്നതാണ്. ഇതാണ് ഇൻഡെക്സ് ഫണ്ടുകളുടെ പോരായ്മ. ഇപ്പോൾ ഉദാഹരണത്തിന് നിഫ്റ്റി 50യിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നമ്മുടെ പണമെല്ലാം ഇക്വിറ്റിയിൽ നിന്ന് ഡെറ്റ് ഫണ്ടിലേക്ക് മാറ്റണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നിഫ്റ്റി 50 ഇൻഡെക്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും നമ്മുടെ നിക്ഷേപം അങ്ങോട്ടാണ് പോവുക. ഇനി വളരെ ഓവർ വാല്യുവേഷനിൽ നിൽക്കുന്ന സമയമാണെങ്കിലും നമ്മുടെ പണം അങ്ങോട്ടാണ് പോവുക. അടുത്ത പോരായ്മ, നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് പണം കൊടുക്കുന്നത് നമ്മുടെ കൂട്ടുകാരൻ്റെ കയ്യിൽ പണം കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്തോ എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ. ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയെ അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു ഫണ്ട് മാനേജർക്കാണ് പണം കൊടുക്കുന്നത്. പക്ഷേ ഫണ്ട് മാനേജറുടെ കഴിവും എക്സ്പീരിയൻസും എല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ടല്ല, പാസീവ്ലി മാനേജ്ഡ് ഫണ്ട് ആയതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. കാരണം 50 കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ട് മാനേജർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അത് അൽഗോരിതം ബേസ്ഡ് ആയിട്ട് ഏതാണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കാര്യങ്ങൾ നടക്കുന്നതാണ്. അപ്പോൾ ഫണ്ട് മാനേജറുടെ കഴിവ് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റില്ല എന്നത് പാസീവ്ലി മാനേജ്ഡ് ഫണ്ടുകൾക്കെല്ലാം ഉള്ള ഒരു പോരായ്മയാണ്. അതും വേണമെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളുടെ ഒരു പോരായ്മയായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി നികുതിയുടെ കാര്യം എങ്ങനെയാണ്? ലാഭത്തിനാണ് നമ്മൾ നികുതി കൊടുക്കുക. മ്യൂച്വൽ ഫണ്ടുകളുടെ നികുതിയെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടാവും. അത് ഒരു കുറച്ച് വലിയ ടോപ്പിക്കാണ്. നമുക്ക് വേണമെങ്കിൽ വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ഇക്വിറ്റി ഓറിയന്റഡ് ഇൻഡെക്സ് ആണെങ്കിൽ ഇക്വിറ്റി ഫണ്ടുകൾ എങ്ങനെയാണോ ടാക്സ് ചെയ്യപ്പെടുക, അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന് 20% നികുതിയും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് 1 വർഷത്തിലധികം നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള യൂണിറ്റുകളാണ് വിൽക്കുന്നത് എങ്കിൽ അതിൻ്റെ 1.25 ലക്ഷം രൂപ വരെയുള്ള ലാഭത്തിന് നികുതിയൊന്നും കൊടുക്കേണ്ട. ബാക്കി വരുന്ന ലാഭത്തിന് 12.5% ഫ്ലാറ്റ് റേറ്റിൽ നികുതി കൊടുക്കേണ്ടതാണ്. ഫ്ലാറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 30% നികുതി സ്ലാബിലുള്ള ആളാണെങ്കിലും 12.5% 1.25 ലക്ഷം രൂപ കഴിഞ്ഞിട്ടുള്ള ലാഭത്തിന് മാത്രം നികുതിയായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പ്രോഫിറ്റ് ഹാർവസ്റ്റിംഗ് എന്നൊരു പദം നമ്മൾ മുകളിൽ യൂസ് ചെയ്തിരുന്നു. ഓരോ വർഷവും നമുക്ക് ഈ 1.25 ലക്ഷം രൂപയുടെ എക്സംഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ലാഭമായിട്ട് എടുക്കാം. വിറ്റ് ആ ലാഭം എടുക്കാം. അപ്പോൾ ഒറ്റ നികുതിയും കൊടുക്കണ്ട, അത് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ 10-20 വർഷം ചെയ്യുന്ന സമയത്ത് 20-25 അല്ലെങ്കിൽ 30 ലക്ഷം രൂപയോളം നമുക്ക് നികുതി കൊടുക്കേണ്ടാത്ത പണമായിട്ട് നേടാനുള്ള അവസരമുണ്ട്. ഇതിനെ പ്രോഫിറ്റ് ഹാർവസ്റ്റിംഗ് എന്നാണ് പറയുക. അതും വിശദമായിട്ട് പറയേണ്ടതാണ്. ഒരുപക്ഷെ കുറേ ആളുകൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി വിശദമായിട്ട് പറയണമെങ്കിൽ നമുക്ക് വരുന്ന വീഡിയോസിൽ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്, ഏതൊരു സാധാരണക്കാരനും എളുപ്പത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുന്ന, എളുപ്പത്തിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്ന, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് പണം ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്ന ഇൻഡെക്സ് ഫണ്ടുകളെ കുറിച്ചാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാം. ഇതുപോലുള്ള അറിവുകൾ കൂടുതൽ പേരിലേക്ക് എത്തണമെങ്കിൽ, വീണ്ടും ഇതേപോലുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ താല്പര്യം എനിക്ക് തോന്നണമെങ്കിൽ, ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ആ കാര്യങ്ങൾ കൂടെ പരിഗണിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.